പ്രിയമുള്ളവരെ, വിരൽത്തുമ്പിൽ വിസ്മയം തീർക്കുന്ന ആധുനികതയുടെ വിസ്ഫോടന വിസ്മയത്തിലാണ് നാം. കുഴിയാനെ പിടിച്ചും മണ്ണപ്പം ചുട്ടും തുമ്പിയെ പിടിച്ചും രസിച്ചിരുന്ന കുഞ്ഞു ബാല്യങ്ങൾ ഓൺലൈൻ കാലഘട്ടത്തിലേക്കും ഇന്റർനെറ്റ് ലോകത്തിലേക്കും ചേക്കേറുന്ന, ഒരു പക്ഷേ കളി പറയാനും കഥ പറയാനും മറന്നു പോകുന്ന ബന്ധങ്ങളുടെ പ്രാധാന്യങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ലോകത്തിലേക്ക് ലോകം മാറുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം കേൾക്കുന്ന കുടുംബങ്ങൾ ദൈവവിളിയുടെ ശക്തിയും സ്രോതസ്സും എന്റെ പ്രസംഗ വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സ്ഥാനമാനങ്ങളും സമ്പത്തും സ്വന്തമാക്കാൻ വർത്തമാനകാല മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മിക്കാൻ കേരളസഭയ്ക്കുള്ള കുഞ്ഞേട്ടൻ, ആ കുഞ്ഞേട്ടനിലൂടെയും ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛനിലൂടെയും 7 പേരടങ്ങിയ ചെറുപുഷ്പ മിഷനും ഇന്ന് വളർന്ന് വൻ വൃക്ഷമായി മാറിയിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവ കേന്ദ്രിത കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ദൈവമാണ് കുടുംബങ്ങളെ സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്നതും എന്ന സത്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. സമൂഹത്തിലെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. ദൈവം നൽകിയ അനുഗ്രഹമാണ് കുടുംബം. കുടുംബത്തിന്റെ നെടുംതൂണാകണം മാതാപിതാക്കൾ. ദൈവവിളി എങ്ങനെ തിരിച്ചറിയാം? പല യുവജനങ്ങളുടെ മനസ്സിലെ ആശയവും സംശയവുമാണിത്. ദൈവവിളി തിരിച്ചറിയുവാൻ പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ 3 കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ആദ്യത്തേത് ശ്രവണമാണ്. ദൈവത്തിന്റെ സ്വരത്തിന് കാത് കൊടുക്കുക. മംഗളവാർത്ത മാതാവിനെ അറിയിച്ചപ്പോൾ മാതാവ് ആദ്യം ചെയ്തത് കേൾക്കുകയായിരുന്നു. രണ്ടാമത്തേത് വിവേചനം. അതും മാതാവ് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇത് എങ്ങനെ സാധിക്കും എന്നായിരുന്നു മാതാവിന്റെ ചോദ്യം. മൂന്നാമത്തേത് തീരുമാനമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നായിരുന്നു മാതാവ് ഒടുവിലെടുത്ത തീരുമാനം. ഈ 3 വഴികളോടെ ഒരാൾക്ക് തന്നെ ദൈവവിളി തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നത്. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും വെച്ച് കുടുംബം ദൈവികമായ ഒരു കൂട്ടായ്മയാണ്. ഇന്നും വിവാഹം എന്ന കൂതാശയിലൂടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുമ്പോൾ ദൈവമാണ് ആ കുടുംബത്തിന്റെ അടിത്തറ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം ഒരു കുടുംബത്തിന്റെ ആധാരവും ശക്തിയുമായിരിക്കുമ്പോൾ ആ കുടുംബം വിവിധ പ്രതിസന്ധികളിൽ നിന്ന് വിജയകരമായി മുന്നോട്ട് പോകും. കുടുംബം എന്നും നമ്മളെ പഠിപ്പിക്കുന്ന സത്യം സ്നേഹമാണ്. വചനം പഠിപ്പിക്കുന്നുണ്ട്, സ്നേഹമില്ലെങ്കിൽ സർവവും ശൂന്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ അംശമുണ്ട്. കാരണം ദൈവം സ്നേഹമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഈ സ്നേഹം ഇല്ലാതാക്കുന്ന ഒട്ടനവധി തിന്മകളുടെ ശക്തി കടന്നു വരുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സാധിക്കണം. നാം ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, നാം പുലർത്തുന്ന ബന്ധങ്ങൾ, ആഡംബര സുഖ സൗകര്യങ്ങൾ എന്നിങ്ങനെ പല രൂപങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു വരുന്നു. ഇന്ന് ശരിയും തെറ്റും വിവേചിക്കാൻ പ്രയാസമാണ്. ദൈവ സാന്നിധ്യവും പ്രാർത്ഥനയുടെ ശക്തിയുമാകണം ഇന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റിനെ അകറ്റാനും ശരിയെ ചേർത്ത് പിടിക്കാനുള്ള ആയുധം. യാത്ര ചെയ്യുന്ന വഴികളിൽ ക്രിസ്തു കൂടെയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ഭവനങ്ങളിലേക്കും ക്ഷണിക്കാൻ മറക്കരുത്. സ്നേഹത്തിൽ വസിക്കുക, കുടുംബത്തിന്റെ മാഹാത്മ്യത്തിലായിരിക്കുക. ഇത് ദൈവത്തിന്റെ വിളിയാണ്. ഈ വിളി ലഭിക്കുന്നവർക്ക് നന്മ പകർന്നു കൊടുക്കാൻ സാധിക്കും. ഈ ദൈവവിളി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമുക്ക് നൽകിയ കുടുംബം ദൈവവിളിയുടെ സ്രോതസ്സായിരിക്കണം. നാം ദൈവ